ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പത്രോസിൻ്റെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള വിശ്വാസ പ്രഖ്യാപനമുണ്ട്. യേശുവിനെ ദൈവത്തിൻ്റെ മിശിഹായായി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം. ഇതിനു ശേഷം യേശുനാഥൻ അവർക്കായി തൻ്റെ സഹനത്തെക്കുറിച്ചുള്ള, കുരിശുമരണത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ അത് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല. യേശുവിൻ്റെ കുരിശിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച പത്രോസിനും ലഭിക്കുന്നില്ല. കുരിശ് ഉൾക്കൊള്ളാനായിട്ടുള്ള വിമുഖത പത്രോസ് പ്രകടമാക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് താൻ ഒരു ശിഷ്യനിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് എല്ലാം, അതായത് സ്വയം പരിത്യജിക്കുക. രണ്ടാമതായിട്ട് കുരിശെടുക്കുക. മൂന്നാമതായി എന്നെ അനുഗമിക്കുക. സ്വയം പരിത്യജിക്കുക എന്നാൽ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ തിന്മകളെയും ദൂരീകരിച്ചുകൊണ്ട് നമ്മുടെ തെറ്റായിട്ടുള്ള പ്രവണതകൾ, ശീലങ്ങൾ എല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തുക. നമ്മുടെ തെറ്റായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് പകരമായി ദൈവത്തെ ഹൃദയത്തിൽ കുടിയിരുത്തുക. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് കുരിശെടുക്കുക എന്നാൽ നമ്മൾ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സേവിക്കുക എന്നതാണ് അർത്ഥം. അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മുടെ സമയം, കഴിവ്, സമ്പത്ത്, കഴിവുകൾ എല്ലാം മറ്റുള്ളവർക്കായി നമ്മുടെ ഹൃദയം നോവുന്ന ഇടം വരെ നൽകാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് എന്നെ അനുഗമിക്കുക. തൻ്റെ ശിഷ്യൻ്റെ അനുസരിക്കാനായിട്ടുള്ള സന്നദ്ധതയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എപ്പോഴും ഗുരുവിനെ അനുസരിക്കാനായിട്ടുള്ള സന്നദ്ധത. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തു ശിഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഇതാണ്: സ്വയം പരിത്യജിക്കുക, തൻ്റെ തന്നെ കുരിശെടുക്കുക, എന്നെ അനുഗമിക്കുക. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ പറഞ്ഞു വയ്ക്കുകയാണ്, യേശുവിൻ്റെ കുരിശിനെ അന്വേഷിക്കാത്തവൻ ഒരിക്കലും യേശുവിൻ്റെ മഹത്വവും അന്വേഷിക്കുന്നില്ല. നമുക്കിന്ന് പ്രാർത്ഥിക്കാം: ദൈവമേ, അങ്ങയെ എല്ലാം പരിത്യജിച്ചുകൊണ്ട് അനുഗമിക്കുവാനായിട്ടുള്ള അനുഗ്രഹം നൽകണമേ എന്ന്. എപ്പോഴും അങ്ങയെ അനുസരിക്കാനായിട്ടുള്ള സന്നദ്ധത ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.